Whole week was fasting prayer time, right? Amen. And then today was the baptism of 8 of our kids. And all the children are here, right? I want all of them here, not going anywhere. We want all the children who were baptized to be here this morning to receive from the Word. No more children's church for you. You will be staying back to hear from the Word of God. And if they have gone out, please let them know they are supposed to be back. Hallelujah. Hallelujah. Such a joy for us in the presence of God to enjoy and be blessed by the various ministries that we have been receiving. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ നമുക്ക് ഒരുമിച്ചായിരിക്കാനും പല രീതിയിലുള്ള മിനിസ്ട്രിയിൽ പങ്കെടുക്കുവാനും ദൈവം സഹായിച്ചതിനായി സ്തോത്രം. Amen. Amen. We can switch some. ഇന്ന് രാവിലെ വീണ്ടും ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ മധ്യമുണ്ട്. അവർ സ്നാനപ്പെട്ടിട്ടിരിക്കുക. അതുകൊണ്ട് അവരോട് മെയിൻ ഫോക്കസോടെ ഞാൻ സംസാരിക്കട്ടെ. So as we have mentioned before, I'm going to focus on our young people who are baptized this morning. I'm going to be specifically talking in regard to them. ഇതിന്റെ അർത്ഥം നമ്മൾ മറ്റാരും കേൾക്കേണ്ടതെന്നല്ല. That does not mean none of the other ones need to pay attention. എല്ലാവരും കേൾക്കണം. Everybody needs to pay attention. വളരെ അറ്റൻഷനോടെ വളരെ ശ്രദ്ധയോടെ കേൾക്കണമേ. പ്രാർത്ഥനയോടെ കേൾക്കണം. I pray that you will be attentive and listen to us. ഇന്ന് രാവിലെ ഞാൻ സംസാരിക്കാൻ പോകുന്നത് ക്രിസ്തുവിൽ എങ്ങനെ നാം വളരണം. And today we're going to talk about how we must grow in Christ. പ്രത്യേകം നമ്മുടെ കുഞ്ഞുങ്ങള് അവർ സ്നാനപ്പെട്ടു, കർത്താവിനെ സ്വീകരിച്ചു, സ്നാനപ്പെട്ടു. അത് എല്ലാറ്റിൻ്റെയും ക്രിസ്തീയ ജീവിതത്തിന്റെ അവസാനമല്ല. Our young people have received the baptism today, but that is not the end of our Christian life. അത് വെറും ബിഗിനിങ് മാത്രമാണ്. It is only a beginning. ഈ ബിഗിനിങ്ങിൽ നിന്ന് എങ്ങനെ ക്രിസ്തുവിൽ നമുക്ക് വളരണം, നമുക്ക് മുന്നേറണം എന്ന് നമുക്ക് നോക്കാം. So from this infancy, from this beginning, how can we grow in Christ? നമുക്ക് ഒന്ന് രണ്ട് വാക്യങ്ങൾ ആധാരമായിട്ട് ആരംഭത്തിൽ വായിക്കാം. So let us read two scriptures based on that. പത്രോസിന്റെ രണ്ടാം ലേഖനം അതിന്റെ 3-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യം. And 2 Peter chapter 3 verse 18. കൃപയിലും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിലും വളരുവീൻ, അവന് ഇപ്പോഴും എന്നേക്കും മഹത്വം. ആമേൻ. But grow in the grace and knowledge of our Lord and Savior Jesus Christ. To him be glory both now and forever. Amen. മറ്റൊരു വാക്യം കൂടെ വായിക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ. Another scripture, 1 Corinthians chapter 3 verse 1 and 2. എന്നാൽ സഹോദരന്മാരെ, നിങ്ങളോട് എനിക്ക് ആത്മീകന്മാരോട് എന്ന പോലെ അല്ല, ജഡീകന്മാരോട് എന്ന പോലെ, ക്രിസ്തുവിൽ ശിശുക്കളായവരോട് എന്ന പോലെ അത്രേ സംസാരിക്കുവാൻ കഴിഞ്ഞുള്ളൂ. ഭക്ഷണമല്ല, പാലത്രയും ഞാൻ നിങ്ങൾക്ക് തന്നത്. ഭക്ഷിക്കുവാൻ നിങ്ങൾക്ക് കഴിവില്ലായിരുന്നു, ഇപ്പോഴും കഴിവായിട്ടില്ല. ഇന്നും നിങ്ങൾ ജഡീകന്മാരല്ലോ. Brothers, I could not address you as spiritual but as worldly, mere infants in Christ. I gave you milk, not solid food, for you are not yet ready for it. Indeed, you are still not ready. വളരെ രസകരമായിട്ട് അപ്പോസ്തലനായ പൗലോസ് ഇത് അവതരിപ്പിക്കുന്നു. Very amazingly or humorously, Apostle Paul is writing this. ഭക്ഷണമല്ല, പാലത്രേ നിങ്ങൾക്ക് തന്നത്. I have given you milk and not solid food. അപ്പോഴൊക്കെ ഒരു ആശയുണ്ടായിരുന്നു. But there was really a hope there. ഈ പാല് കുടിപ്പിച്ചുകൊണ്ടിരുന്നപ്പോഴെല്ലാം ഒരു ആശയുണ്ടായിരുന്നു. As he was feeding the milk, he had hoped. ഈ കുഞ്ഞു വളരും. This child will grow. വളരുന്നതനുസരിച്ച് ഈ പാലിൽ നിന്ന് സോളിഡ് ആയിട്ടുള്ള ഭക്ഷണത്തിലേക്ക് മാറും. As this child grows, we're going to switch them from milk to solid food. പക്ഷെ അവരെ നോക്കിയിട്ട് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് കൊരിന്ത്യ ലേഖനത്തില്, എന്നാ സഹോദരന്മാരെ, എനിക്കിപ്പോഴും ആത്മീകന്മാരോട് എന്ന പോലെ പറയുവാൻ കഴിയുന്നില്ല, ജഡീകന്മാരോട് എന്ന പോലെ, ക്രിസ്തുവിൽ ശിശുക്കളായവരോട് എന്ന പോലെ അത്രേ സംസാരിപ്പാൻ കഴിയത്തുള്ളൂ. Looking at the Corinthian church, Apostle Paul is telling them, even though I wanted to switch you to solid food, but looking at your growth, I'm not able to do that. ശാരീരികമായിട്ട് വളർന്നേക്കാം, പക്ഷേ ആത്മീകമായിട്ട് വളരാത്ത ഒരു തലമുറ. And they may have physically grown, but spiritually they were still infants. ക്രിസ്ത്യാനിറ്റിയിലെ ഏറ്റവും വലിയ അപകടമായിരുന്നു. And this is one of the great dangers of Christianity. ശാരീരികമായിട്ട് വളരുന്നുണ്ട്. Physically people are growing. സ്റ്റഡീസും ഡിഗ്രീസും എല്ലാം ഉണ്ട്. They have accomplished degrees and studies. ജോലിയും സൗകര്യങ്ങളും എല്ലാം ഉണ്ട്. They have wealth and good jobs.
പക്ഷെ ക്രിസ്തുവിൽ വളരുന്നില്ല. but they are not growing in Christ. അതൊരു വലിയ കൺസേൺ ആണ്. It is a big concern. ഇന്ന് ഈ സ്നാനപ്പെട്ട കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് മാത്രമല്ല, Not only for the children who are baptized അവർ today, ആരംഭിക്കുന്നതേ ഉള്ളൂ. and they are only beginning. എന്നാൽ ആരംഭിച്ചു എന്ന് പറയുന്ന നമ്മള്, But are there many who claim that we have come far? വർഷങ്ങളായിട്ട് കർത്താവിനെ അറിയുന്നു എന്ന് നാം പറയുന്ന നമ്മൾ, We claim that we have known Christ for many years. നമ്മൾ ജഡീകന്മാരായി പിന്നെയും തുടരുകയാണ്. We are still continuing as flesh or carnal beings. പൗലോസ് പറയുന്നുണ്ട് എങ്ങനെയാണ് ജഡീകന്മാരെന്നുള്ളതിന്റെ തെളിവ് ഉണ്ടാകുന്നത്. So Paul is saying, how do you know that you are still carnal? നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും ഇരിക്കെ നിങ്ങൾ ജഡീകന്മാരും ശേഷം മനുഷ്യരെ പോലെയും നടക്കുന്നവരല്ലയോ. You have quarreling, you have arguments, all these things. You are just like the world. ക്രിസ്ത്യാനിറ്റിയുടെ ഏറ്റവും വലിയ അപകടം, And that is the greatest danger of Christianity. ക്രിസ്തുവിൽ വളരാതിരിക്കുക. And to not to be able to grow in Christ. ക്രൈസ്തവരെന്ന് അഭിമാനിച്ചുകൊണ്ട് അവകാശപ്പെട്ടുകൊണ്ട് We take pride that we are Christians and we hold on to that. ക്രിസ്തുവിൽ വളരാതിരിക്കുന്ന തലമുറ, But the generation that is not growing in Christ, അത് നമ്മുടെ ഇടയിൽ അങ്ങനെ അന്വർത്ഥമാകരുതേ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. I pray that will not be meaningful or truthful in among us. ഇന്ന് നമ്മെ പുതുതായി സമർപ്പിക്കാനുള്ള ദിവസമാകട്ടെ. Today let it be a day that we will surrender ourselves to the Lord. 50, 60, 30, 20, 10 വർഷത്തെ ചരിത്രം പറഞ്ഞിട്ട് യാതൊരു പ്രയോജനവുമില്ല. There is no point in saying 10 or 20 or 50, 60 years of Christian heritage. ഇപ്പോഴും ഫീഡിംഗ് ബോട്ടിൽ കയ്യിലിരിക്കുകയാണെങ്കിൽ, But many carrying a feeding bottle still നമുക്ക് today. ഖരപദാർത്ഥം ഭക്ഷിച്ച് വളരാൻ കഴിയണം. We should be able to switch on to the solid food. അതിനുവേണ്ടി ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുക. And that is what God is desiring of us. എങ്ങനെ അറിയാം നമുക്ക്? How do we know that? എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു. In Ephesians chapter 2, Apostle Paul is saying that. അതിന്റെ 21-ാം വാക്യത്തില്, In verse 21, അവനിൽ കെട്ടിടം മുഴുവനും യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. and it says that built on the foundation of the apostles and prophets, with Christ Jesus himself as the chief cornerstone. In him the whole building is joined together. വ്യക്തികളായിട്ട് വളരണം. And you should grow as individuals. സഭയായിട്ട് വളരണം. You should grow as a church. എങ്ങനെയാണ് നമ്മൾ വളർച്ച പ്രാപിച്ചെന്ന് അറിയുന്നത്? How do we know we have grown? പൗലോസ് പറയുക, ഒരു കെട്ടിടം മുഴുവനും ചേർന്ന് യുക്തമായി ചേർന്ന് വളരും, വിശുദ്ധ മന്ദിരമായി വളരണം. Just like the whole building is joined together, rise to become a holy temple. ഈ ആലയത്തിന്റെ ഈ ബിൽഡിംഗ് നോക്കിയാ, If you look at the structure of this building, ഇതിന് ഫൗണ്ടേഷൻ ഉണ്ട്, വി ഹാവ് എ ഫ്ലോർ, ഇതിന് തറയുണ്ട്, we have a foundation and the flooring, ഇതിന്റെ ഭിത്തികളുണ്ട്, we have the walls, ഇതിന്റെ റൂഫ് ഉണ്ട്, we have a roof, ഇതിനെ താങ്ങി നിർത്തുന്ന ബീംസും പില്ലേഴ്സും എല്ലാം ഉണ്ട്. there is structures or beams and pillars that hold this structure together. മനോഹരമായ ആലയമുണ്ട്. We have a beautiful sanctuary. പക്ഷേ ഈ കെട്ടിടം മുഴുവനും കൂടെ ചേർന്ന് യുക്തമായി വളരുവാനിടയാവുകയാണ്, നിലനിൽക്കുകയാണ്. It is existing because all these things are functioning together as a church. അപ്പൊ ഇതെല്ലാം കൂടി ഒരുമിച്ച് യുക്തമായി ചേർന്ന് നിൽക്കുമ്പോഴാണ് അതിനെ കെട്ടിടം എന്ന് പറയുന്നത്. And so we call it a building when all these things are balanced and put together. നമ്മുടെ ക്രിസ്തീയ ജീവിതവും അങ്ങനെ തന്നെയാണ്. And just like that, our Christian life should be. മുഴുവനും ചേർന്ന് നിൽക്കുവാനിടയാകണം. Should be joined together as one. ക്രിസ്തുവിൽ നമുക്ക് വളരണം വ്യക്തിപരമായി. We want to grow in Christ individually. സഭയായി ക്രിസ്തുവിൽ വളരണം. We want to also grow as a church. എഫേസ്യർ 4:15 നമ്മൾ വായിക്കുന്നു. If you we read that in Ephesians chapter 4 verse 15. സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാനിടയാകും. Speaking the truth in love, we will in all things we grow up into him who is the head. അപ്പം തലയാകുന്ന ക്രിസ്തുവിനോളം വളരണം. So we must grow to the Christ who is the head of the church. എത്ര വളരണം? How much should we grow? ക്രിസ്തുവിനോളം വളരണം. To be like Christ. എപ്പോഴും നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് ആരോടാ? We should compare ourselves to whom? പാസ്റ്റർ അങ്കിളിനോടല്ല, not to the pastor, അല്ലെങ്കിൽ നിങ്ങളുടെ പേരൻസിനോടല്ല, not to your parents, നിങ്ങളെ പഠിപ്പിക്കുന്ന സൺഡേ സ്കൂൾ ടീച്ചേഴ്സിനോടല്ല, not to compare yourself to the Sunday school teachers. ക്രിസ്തു എന്ന തലയോട് കമ്പയർ ചെയ്യണം. To become like Christ, the head of the church. ജീവിതത്തിന്റെ ഓരോ സ്വഭാവങ്ങളെയും ഓരോ ഇടപാടുകളെയും നോക്കണം. So you look at your actions and activities of your life.
ക്രിസ്തുവിനെ പോലെ ആയിത്തീരണം. You want to become like Christ. അതായിരിക്കണം ഏറ്റവും വലിയ പ്രാർത്ഥന. And that should be your biggest prayer. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്? Are you listening? Are you listening to us? Wonderful. Amen. അപ്പൊ എങ്ങനെയാ നമ്മൾ ഇങ്ങനെ വളരാൻ പറ്റുന്നത്? So how are we able to grow? ഇത് കൃപയിൽ, ദൈവത്തിന്റെ കൃപയാൽ മാത്രമേ സാധ്യമാകുള്ളൂ. അതാണ് നമ്മൾ ആദ്യം വായിച്ചത്. Only by the grace of God. That's why we have read first. കൃപയിൽ നമുക്ക് വളരുവാനിടയാവും. We must be able to grow in the grace of Christ. നമ്മളിൽ ആർക്കും സ്വയമായിട്ട് അങ്ങനെ വളരുവാൻ പറ്റത്തില്ല. None of us are able to do it in our own strength. കർത്താവിന്റെ കൃപ പ്രാപിച്ച് As we receive the grace of God, ദിവസം തോറും വളരണം. we must grow daily. കൃപ എന്നുള്ള വാക്ക് വന്നിരിക്കുന്ന കാരീസ് എന്ന വാക്കിന്ന. And the word grace comes from charis. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമുക്ക് അർഹതയില്ലാതെ കിട്ടുന്ന ദാനമാണ്. It is an undeserving merit that you receive. എനിക്ക് അർഹതയുണ്ടായിട്ടല്ല. Not because I deserve it. എനിക്ക് രക്ഷിക്കപ്പെടുവാൻ കഴിഞ്ഞ ഞാൻ അർഹിക്കുന്നത് കൊണ്ടല്ല. I was saved because I owe it. Somebody owed it to me. എനിക്ക് സ്നാനപ്പെട്ട് സഭയോട് ചേരുവാൻ, കർത്താവിനോട് ചേരുവാൻ ഇടയായത് ഞാൻ അർഹിക്കുന്നത് കൊണ്ടല്ല. It's not that I deserve that I was able to get baptized and join the church. കർത്താവിന്റെ കൃപയാല. It is only by His grace. ഞാൻ ദൈവവേദലായിരിക്കുന്ന അവന്റെ കൃപയാല. You are become a child of God only by God's grace. കർത്താവിന് Let us give thanks to God. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ദൈവ മക്കളായിരിക്കുന്ന അവന്റെ കൃപയാൽ മാത്രമാണ്. Every one of you children of God is here by the grace of God. നമ്മുടെ പ്രവർത്തികൾ ഒന്നും കാരണമായിരിക്കുന്നില്ല. Not because of any of our works. അവന്റെ കൃപ ധാരാളമായി നമ്മിൽ പകർന്നു. His grace has been poured upon us plenty. എന്റെ ജീവിതത്തിലേക്ക് പകർന്ന ദൈവത്തിന്റെ കൃപ ഞാൻ ഓർക്കുന്നു. The grace that was poured on my life I remember. നിങ്ങളെ പോലെ ഒരു കുഞ്ഞു പൈതലായിരുന്ന ആ സമയത്ത് I was such a small lad just like one of you. 13 വയസ്സ് മാത്രമേ എനിക്കുള്ളൂ. I was only 13 years old. യേശുവിന്റെ കൃപ എന്നെ തേടി വന്നു. And the grace of Christ followed me. അവന്റെ വചനം എന്റെ കണ്ണ് തുറന്നു. And His words opened my eyes. ഞാൻ യേശുവിനെ പരസ്യമായിട്ട് എഴുന്നേറ്റ് നിന്ന് രക്ഷിതാവായി സ്വീകരിച്ചു. I acknowledged in public that He was my savior. അവന്റെ കൃപ ധാരാളമായിട്ട് എന്റെ ജീവിതത്തിൽ അനുഭവിപ്പാൻ And ഇടയായി. His abundant grace was poured upon me. പക്ഷെ അത് അവസാനിച്ചില്ല. But that was not the end. അവൻ ആ കൃപ പകർന്നുകൊണ്ടേ ഇരിക്കുക. He is continuing to pour that grace upon you. 50 വർഷത്തിലധികമായി കർത്താവിനെ പിൻപറ്റാൻ തുടങ്ങിയിട്ട്. It's been almost 50 years since I followed Christ. ഇപ്പോഴും നിൽക്കുന്നത് കൃപയാൽ മാത്രമാണ്. Even today I'm standing only by the grace of ഇന്നും God. ശുശ്രൂഷിക്കുന്ന കൃപയാൽ മാത്രമാണ്. Even when I'm ministering today, it is only by the grace of അവന്റെ God. കൃപയല്ലാതെ ഒന്നും ക്ലെയിം ചെയ്യാനില്ല. I have nothing to claim other than the grace of God. കുഞ്ഞുങ്ങളെ, ഇന്ന് രാവിലെ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. Dear children, I want to remind you. കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ചുകൊള്ളുക. Depend on His grace. നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുകയില്ലെന്ന് തോന്നുമ്പോൾ Even when you don't feel like you are able to stand, കൃപയിൽ ആശ്രയിച്ചുകൊള്ളുക. trust in His grace. കർത്താവിനോട് പറയാ, Lord, I need your grace. കർത്താവേ, നിന്റെ കൃപ എനിക്ക് ആവശ്യമുണ്ടെന്ന് നമ്മൾ പറയണം. ഡെയിലി കർത്താവിനോട് പറയണം. And daily we should say that. കർത്താവേ, എനിക്ക് തന്നെ ഈ ക്രിസ്തീയ ജീവിതം Lord, പറ്റത്തില്ല. I'm not able to continue this race by myself. എനിക്ക് നിന്റെ കൃപ വേണം. I need your grace. അപ്പോസ്തലനായ പൗലോസോട് പറയുക, Apostle Paul is saying here, കൃപയിലും കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പത്രോസ് പറയുക, കൃപയിലും കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ നിങ്ങൾ വളരണം. and Apostle Peter saying that grow in the knowledge of Christ. ഈ കൃപയുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? Do you know what's the significant about grace? കർത്താവ് ധാരാളമായിട്ട് ഈ കൃപ നമുക്ക് തരുന്തോറും As He gives you more grace, നമുക്കിത് ബണ്ട് കെട്ടി ഇത് അകത്തോട്ട് വെച്ചുകൊണ്ടിരിക്കാനല്ല. not to hold on to this grace. ഈ കൃപ പകർന്നു കൊടുക്കാനാണ്. It is to pour into others. ഇത് പുറത്തേക്ക് ഒഴുകണം. Let it flow out. കൃപ നമ്മിൽ അവസാനിക്കരുത്. Don't let that grace to be കൃപ held in us. മറ്റുള്ളവരിലേക്ക് ഒഴുകിച്ചെല്ലണം. It should be flowing into others. അത് അനേകരിൽ നിന്ന് ഒഴുകാൻ തുടങ്ങിയത് കൊണ്ടാണ് എനിക്ക് യേശുവിനെ കാണാൻ And പറ്റിയത്. I was so able to see Jesus because that grace was poured into me. അനേകർ മുഖാന്തരമായതുകൊണ്ടാണ് ഞാൻ കർത്താവായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചത്. Because of others I was able to accept Jesus. അപ്പൊ ഈ കൃപ പലരുടെയും ജീവിതത്തിൽ വന്നിട്ട് അത് മറ്റുള്ളവരിലേക്ക് പുറത്തേക്ക് ഒഴുകി. As the grace comes into you, let it flow out. അപ്പൊ നമ്മളെല്ലാവരും ഈ കൃപയുടെ ചാനൽസ് ആകണം. We must become the channels of God's grace. ഇന്ന് സ്നാനപ്പെട്ട കുഞ്ഞുങ്ങളോട് ഞാൻ പറയട്ടെ, Those children who got baptized today, ഇവിടെയുള്ള ദൈവസഭയോട് പറയട്ടെ, let me tell you, the church of God here, നിങ്ങളുടെ ജീവിതത്തിൽ കൂടെ ദൈവത്തിന്റെ കൃപ ഒഴുകുവാനിടയാകണം. let the grace of God flow through your life. അതിനെ തടഞ്ഞു നിർത്തുവാനിടയാകരുത്. Don't bundle it or don't block it. ഇന്ന് തൊട്ട് ആളുകൾ നിങ്ങളാൽ അനുഗ്രഹിക്കപ്പെടണം. And you should be blessed
starting today. ദൈവത്തിന്റെ കൃപയുടെ നിറവ് നിങ്ങളിൽ ആളുകൾ കാണണം. And the overflowing grace that should flow out of you. നിങ്ങളുടെ വീടുകളിൽ അത് കാണണം. And that will show up in your നിങ്ങൾ homes. പഠിക്കുന്ന ക്ലാസ്സിൽ അത് കാണണം. That will show up in your classroom, in your നിങ്ങളുടെ school. ടീച്ചേഴ്സ് അത് കാണണം. Your teacher should recognize that. നിങ്ങളോട് ഇടപെടുന്ന എല്ലാവരും കാണണം. Everybody who comes in contact with you see നിങ്ങളിൽ that. ദൈവത്തിന്റെ കൃപയുണ്ട്. You have the abundant grace of God in you. ഹല്ലേലൂയ. Hallelujah. യേശുവിനെ കുറിച്ച് പറഞ്ഞു അവനോട് കൂടെ ദൈവ കൃപയുണ്ടായി. And as Jesus was mentioned, the grace of God, his Father was with him. നമുക്ക് എല്ലാവർക്കും ആവശ്യമാണ് ദൈവത്തിന്റെ കൃപ. That is something we all need, the grace of God. അപ്പം ദൈവത്തിന്റെ കൃപ നമ്മിലേക്ക് വന്ന് അത് പുറത്തേക്ക് ഒഴുകണമെങ്കിൽ എങ്ങനെയാ പറ്റുന്നത്? So how is that possible to flow that grace out of you? അതാ ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളുമായിട്ട് പങ്കിടുവാൻ That's what I want to share with you today. ഒന്നാമത് ഈ കൃപ മറ്റുള്ളവരിലേക്ക് ഒഴുകണമെങ്കിൽ If this grace needs to flow to others, സ്നേഹത്തിനൊരു വർധന ഉണ്ടാകണം. our love must increase. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം. And 1 Thessalonians chapter 3 verse 12. അവിടെ ഇങ്ങനെ വായിക്കുന്നത്, എന്നാൽ ഞങ്ങൾക്ക് നിങ്ങളോട് സ്നേഹം വർദ്ധിക്കുന്നത് പോലെ കർത്താവ് നിങ്ങൾക്ക് തമ്മിലും എല്ലാവരോടുമുള്ള സ്നേഹം വർദ്ധിപ്പിച്ച് കവിയുമാറാക്കുകയും. May the Lord make you love increase and overflow for each other and for everyone else, just as ours does for you. അപ്പോൾ എങ്ങനെയാണ് ഈ കൃപ മറ്റുള്ളവരിലേക്ക് എത്താൻ പറ്റുന്നത്? So how is the grace able to reach others? സ്നേഹത്താൽ നിറയണം. We must be full of love. സ്നേഹത്തിന്റെ വർധന ഉണ്ടാകണം. And the overflowing experience of love. ഇതുവരെ ഉള്ളതുപോലെയല്ല. Not just like you have come to this point. എന്നാൽ ഇവിടെ പറയുന്നത് പോലെ നിങ്ങളുടെ സ്നേഹം വർദ്ധിക്കുന്നത് പോലെ, ഞങ്ങൾക്ക് നിങ്ങളോടുള്ള സ്നേഹം വർദ്ധിക്കുന്നത് പോലെ കർത്താവ് നിങ്ങൾക്ക് തമ്മിലും എല്ലാവരോടുമുള്ള സ്നേഹം വർദ്ധിപ്പിച്ചു കവിയുമാറാകട്ടെ. So make your love increase and overflow for each other and for everyone else, just like Christ has done. ആ സ്നേഹം വർദ്ധിക്കുമ്പോൾ എങ്ങനെയാ വഴക്കുണ്ടാക്കാൻ പറ്റുന്നത്? Oh, when that love is increasing, how can you fight? ആ സ്നേഹം വർദ്ധിക്കുമ്പോൾ എങ്ങനെയാ നമ്മുടെ സ്വന്തം അവകാശങ്ങൾക്ക് വേണ്ടി വീട്ടില് പ്രശ്നം ഉണ്ടാക്കാൻ പറ്റുന്നത്? When that love is increasing, how can you fight for your own rights at എല്ലാം home? സ്നേഹത്തിലൂടെ കാണാൻ ഒക്കുക. Everything should be able to be seen through നിങ്ങളുടെ that സ്നേഹം lens. വർദ്ധിക്കണം. And your love must increase. ഇന്നു മുതൽ അത് ചിട്ടയായിട്ട് ദിവസം തോറും ആ ദൈവ സ്നേഹം നിങ്ങളിൽ വർദ്ധിക്കുന്നത് കാണുവാനിടയാകട്ടെ. Let that love starting today, disciplined in love and overflowing experience. എങ്ങനെയാ നിങ്ങൾ കർത്താവിന്റെ ശിഷ്യന്മാരാണെന്ന് അറിയപ്പെടുന്നത്? How do others know that you are the disciples of Christ? ദൈവത്തിന്റെ വചനം പറയുന്നു, നിങ്ങൾക്ക് തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും. The word of God says, if you love each other, then others will know you are the disciples of Christ. അപ്പോൾ എങ്ങനെയാ ദൈവകൃപയിൽ വളരുന്നത്? How can we grow in the grace of God? നമ്മൾ സ്നേഹത്തിൽ വർദ്ധിക്കണം. As you increase in your love. ദൈവ സ്നേഹം നമ്മിൽ നിറയാനിടയാകണം. And let that love fill us. രണ്ടാമത് വിശ്വാസത്തിൽ നാം വളരണം. So the second thing is you grow in faith. 2 തെസ്സലോനിക്കർ 1:3. And 2 Thessalonians chapter 1 verse 3. സഹോദരന്മാരെ, നിങ്ങളുടെ വിശ്വാസം ഏറ്റവും വർദ്ധിച്ചു നിങ്ങൾ ഓരോരുത്തർക്കും അന്യോന്യം സ്നേഹം പെരുകിയും വരികയാൽ ഞങ്ങൾ ഉചിതമാകുമെന്നും ദൈവത്തിന് എപ്പോഴും നിങ്ങളെക്കുറിച്ച് സ്തോത്രം ചെയ്യുവാൻ കടപ്പെട്ടിരിക്കുന്നു. We are always to thank God for you, brothers, and rightly so, because your faith is growing more and more, and the love every one of you has for each other is increasing. സ്നേഹം വിശ്വാസം ഏറ്റവും വർദ്ധിച്ചു. And the faith has grown continuously. സ്നേഹം പെരുകി വരണം. And the love should increase. അങ്ങനെയാ കർത്താവിൽ വളരുന്നത്. And that's how you grow in Christ. കർത്താവിൽ വളരണമെങ്കിൽ ഒന്നാമത്, if you want to grow in Christ, first thing, സ്നേഹത്തിൽ വർദ്ധിക്കണം. we must increase in love. അന്യോന്യം സ്നേഹിക്കാൻ പറ്റണം. We should be able to love each other. രണ്ട്, നമ്മുടെ വിശ്വാസത്തിൽ വർദ്ധിക്കണം. And second, that we must increase in our faith. എന്താ വിശ്വാസം എന്ന് പറയുന്നത്? What is faith? വിശ്വാസം എന്ന് പറയുന്നത് പ്രാർത്ഥിച്ച് നമ്മുടെ കാര്യങ്ങൾ മേടിക്കുന്നതാണോ? Is faith that asking God for what we need? ഒരു ലിസ്റ്റ് പ്രസന്റ് ചെയ്ത് മേടിക്കുന്നതാണോ? And to give him a shopping list? എക്സാം വരുമ്പോൾ കർത്താവേ എന്നെ സഹായിക്കണമേ, എൻ്റെ എക്സാമിൽ കൂടിയിരിക്കണം എന്ന് പറയുന്നതാണോ? Is it when you have exams are coming, you asking God to help you? ഒരു രോഗം വരുമ്പോൾ സൗഖ്യം വേണമെന്ന് പറയുന്നതാണോ? When you are faced with a sickness, asking God to heal you? അതൊക്കെ ഒരു പക്ഷേ നടന്നേക്കാം Those വിശ്വാസം. may happen as you ask. എന്നാൽ അതിനേക്കാൾ എല്ലാം ഉപരിയായിട്ട് But more than all that, ദൈവ
ദൈവം നല്ലതാണെന്ന് ഏറ്റുപറയുന്നതാ വിശ്വാസം. To confessing God is good, that is what faith is. ഏത് സാഹചര്യത്തിലും ദൈവം നല്ലതെന്ന് ഏറ്റുപറയുന്നതാ വിശ്വാസം. Regardless of what our circumstances is, God is always good. That is what faith is. എനിക്ക് ആരോഗ്യമുള്ളപ്പോൾ മാത്രമല്ല, Not only when I'm healthy, രോഗമുള്ളപ്പോഴും ദൈവം നല്ലവനാ. even when I'm sick, God is good. എനിക്ക് ആവശ്യങ്ങളുടെ സന്ധാരണം നടക്കുമ്പോൾ മാത്രമല്ല, Not only He meets our needs, ഞാൻ ദൗർലഭ്യത്തിൽ കൂടെ പോകുമ്പോഴും ദൈവം നല്ലവനാ. even when I go through poverty, God is good. ദൈവം നല്ലവൻ എന്നുള്ള ഉറപ്പാ വിശ്വാസം എന്ന് പറയുന്നത്. The constant assurance that God is good, regardless of what you go through, that is what faith കുഞ്ഞുങ്ങളെ is. അത് മനസ്സിൽ വെച്ചുകൊള്ളണം. And you must always keep that in mind. എന്താ മനസ്സിൽ വെക്കേണ്ടത്? What is that you need to keep in your mind? ദൈവം നല്ലവൻ, God is always good. ദൈവം നല്ലവൻ God is good. പറഞ്ഞുകൊണ്ടിരിക്കണം. You must reiterate that. ദൈവം നല്ലവൻ. God is good. ഹല്ലേലൂയ. Hallelujah. കഴിഞ്ഞ സൺഡേ ഞാൻ പ്രസംഗിച്ചത് ഫയർ പ്രൂഫിംഗ് ഓഫ് ഫെയ്ത്ത് എന്നുള്ളതിനെ കുറിച്ച്. The last Sunday I talked to you about fireproofing our faith. എന്ന് പറഞ്ഞാൽ തീയുടെ ബലത്തെ പോലും കെടുത്തുന്നതായ വിശ്വാസം. The faith that even quenched the fire. നെബൂഖദ്നേസർ ഒരിക്കൽ വലിയ ചൂളയിലേക്ക് എറിയപ്പെട്ട ആ എബ്രായ ബാലന്മാര് കാണിച്ച വിശ്വാസം. The Hebrew boys that demonstrated the faith that were thrown into the furnace by King Nebuchadnezzar. അതില് അവര് ആദ്യം പറയുന്നുണ്ട്, ഞങ്ങളുടെ ദൈവത്തിന് കഴിയും. First they said, our God is able. ഞങ്ങളെ വിടുവിപ്പാൻ ഞങ്ങളുടെ ദൈവത്തിന് കഴിയും. Our God is able to deliver us from this furnace. പക്ഷേ അതിനടുത്തായിട്ട് അവർ പറയുക, Next they said, ഇനി അവൻ വിടുവിച്ചില്ലെങ്കിൽ പോലും even if our God does not deliver us, ഞങ്ങൾ ഈ ബിംബത്തെ സേവിക്കുകയില്ല. we will not serve this statue. ഞങ്ങളുടെ കർത്താവിനെ ഞങ്ങൾ അനുസരണക്കേട് We കാണിക്കത്തില്ല. will not be disobedient to our God. അതാ വിശ്വാസം എന്ന് That is പറയുന്നത്. what faith is. എല്ലാം ഉള്ളപ്പോൾ, Everything is comfortable. എല്ലാം നന്മയായിട്ടിരിക്കുമ്പോൾ Everything is good for you. ഏറ്റുപറയുന്നതല്ല വിശ്വാസത്തിന്റെ പ്രമാണം. And confessing God is good is not what faith is. വിശ്വാസത്തിന്റെ പ്രമാണം എന്ന് പറയുന്നത്, The law of faith is, എല്ലാ സമയത്തും ദൈവം നല്ലവൻ, in every situation God is good. ദൈവം നല്ലവൻ, God is good. അതേറ്റു പറയുന്നതാ. We must confess that every day. അപ്പൊ നമ്മള് കൃപയിൽ വർദ്ധിക്കണമെങ്കിൽ As we are growing in our faith, നമുക്ക് വിശ്വാസത്തിൽ വളരണം. we must grow in our faith. മൂന്നാമത്, The third thing, ദൈവത്തെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണം. we must grow in the knowledge of Christ. കൃപയിലും നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലും വളരണം. We must go in grace and the knowledge of our Lord Jesus Christ. എങ്ങനെയാ ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരുവാൻ നമുക്ക്? How can we grow in the knowledge of Jesus Christ? ഏറ്റവും വലിയ മീൻസ് ഏതാ? What is the biggest means for that? ദൈവത്തിന്റെ വചനമാണ്. It is the word of God. ദൈവത്തിന്റെ വചനത്താൽ നടത്തപ്പെടുക. And be led by the word of God. ദൈവത്തിന്റെ വചനം പഠിക്കുകയും അതിനെ ഏറ്റെടുക്കുകയും ചെയ്യുക. To study the word of God and accept it as your own. അപ്പോൾ അതിനെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുത്ത് കൃപയിൽ മാത്രമല്ല നമ്മൾ കർത്താവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരുക. As you receive the word of God not only in grace but also in the knowledge of Christ. ഇത് നമുക്ക് വെറും നോളജ് ആയിട്ടുണ്ടാകുന്നതിനെ കുറിച്ചല്ല പറയുന്നത്. I'm not talking about just book knowledge. ദൈവത്തിന്റെ വചനം പറയുന്നു, നോളജ് പലപ്പോഴും മനുഷ്യനെ പഫ്ഡ് അപ്പ് ആക്കും. The word of God says the knowledge gets people puffed up അവൻ നിഗളിക്കുവാനിടയാകും. and to get pride in your life. എന്നാൽ ഇവിടെ പറയുന്ന നോളജ്, But the knowledge I'm speaking about, നമ്മൾ മറ്റുള്ളവരോട് ഇടപെടാൻ, ബിഹേവ് ചെയ്യാൻ എങ്ങനെയാണെന്നുള്ള തിരിച്ചറിയുന്നതാ. This knowledge I'm talking about, how do you conduct yourself among others and to understand that. ദൈവസന്നിധിയിൽ എങ്ങനെ വർത്തിക്കണമെന്ന് തിരിച്ചറിയുന്നതാ. To conduct yourself in the presence of God. അപ്പൊ അതിൽ വളരണം. You must grow in that as well. ബൈബിൾ കുറെ കാണാതെ പഠിച്ചു എന്ന് പറയുന്നത് നല്ല കാര്യമാണ്. It is good that you memorize scriptures. ദൈവവചനം വായിക്കുന്നത് നല്ല കാര്യമാണ്. It is good to read the word of God. പക്ഷേ അതിൽ നമ്മൾ വളർന്ന് അത് നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കണം. That word should transform us. That's what we need. ഈ വചനം കയ്യിൽ എന്തുന്നത് കൊണ്ട് Just because you hold on to this word, ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റുകയില്ലെന്ന് എനിക്കറിയാം. I know you are not able to do certain things. Are you all with me? Are you paying attention? എന്നെ നോക്കണേ. Pay attention to me. വിശേഷാൽ ഈ പിള്ളേരെല്ലാം എന്നെ നോക്കണം. All the young people who baptize, pay attention to me. ആരും തലകുനിച്ചിരിക്കരുത്. None of you bow your heads. കണ്ണു തുറന്ന് ഭാഷങ്ങളെ നോക്കണം. Open your eyes and listen to us. ഇന്നൊരു ദിവസം പ്രത്യേകമായിട്ട്. Especially today. അപ്പോൾ എങ്ങനെയാണ് ഈ പരിജ്ഞാനം നമ്മൾ പ്രാപിക്കുക? So how do we get this knowledge? ഈ വചനം ഉള്ളിൽ കയറി കഴിയുമ്പോൾ As this word comes into you, എനിക്കറിയാം, I know
മറ്റുള്ളവരെ പോലെ എനിക്ക് സംസാരിക്കാൻ I പറ്റത്തില്ല. cannot behave and I cannot talk like others. എനിക്ക് കള്ളം പറയാൻ I പറ്റത്തില്ല. cannot lie. എനിക്ക് കോപിക്കാനും വഴക്ക് ഉണ്ടാക്കാനും I പറ്റത്തില്ല. cannot get angry and fight. എനിക്ക് മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യാൻ I പറ്റത്തില്ല. cannot hurt others. എനിക്ക് ദൈവത്തെ ഡിസൊബേ ചെയ്യാൻ I പറ്റത്തില്ല. cannot disobey God. ഞാൻ പൂർണ്ണനായെന്നല്ല, It's not because I'm എന്നാൽ perfect. ദൈവത്തിന്റെ വചനം എന്നെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുക. The word of God constantly reminding you. എനിക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ എന്നോട് പറയുന്നുണ്ട്. There are things that I am not able to do, but the word of God reminds ആ us. ദൈവത്തിന്റെ വചനം എന്നെ ഇങ്ങനെ The word ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. of God constantly reminding us of that. ഈ വചനം നിങ്ങളുടെ ഉള്ളിലും വരണം. Let that word be in you as well. ഈ വചനം നിങ്ങളെയും ഓർമ്മപ്പെടുത്തണം. And this word should remind you ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ. things that you are not able to do. അങ്ങനെയാ നമ്മൾ പരിജ്ഞാനത്തിൽ വളരുന്നത്. That's how you grow in the knowledge കർത്താവിനോടുള്ള ഇടപാടിൽ വളരുവാൻ and in the dealings with our Lord Jesus. ഹല്ലേലൂയ. Amen. നാലാമത്തെ കാര്യം, The fourth thing, increase in the service of the Lord. കർത്താവിനെ സേവിക്കുന്ന കാര്യത്തിൽ നമ്മൾ ഇൻക്രീസ് ചെയ്യണം. കർത്താവിന്റെ വേല, കർത്താവിനെ സേവിക്കുന്ന കാര്യത്തിൽ നമ്മൾ വളരണം. The ministry and serving God, we must increase. എനിക്ക് വലിയ സന്തോഷമുണ്ട് ചർച്ചില്. I'm really happy about something in our church. ഓടി നടന്ന് സഭയെ മനോഹരമായിട്ട് സൂക്ഷിക്കാൻ ശ്രമിക്കുന്ന ഒരുപാട് കുഞ്ഞുങ്ങൾ. There are many people who run around, take care of the needs of the church. ഉള്ള കുഞ്ഞുങ്ങളൊക്കെ വളരെ ആക്റ്റീവായിട്ട് ഓടി നടക്കും. All the young people who are very active and taking care of the needs. മൈക്ക് കൊണ്ട് കൊടുക്കാൻ അവരുണ്ട്. They are there to hand the mic. വെള്ളം കൊണ്ട് കൊടുക്കാൻ അവരുണ്ട്. They are there to serve water. പാടാനും ആരാധിക്കാനും അവരുണ്ട്. They are there to sing and play instruments. ശുശ്രൂഷിക്കാൻ അവരുണ്ട്. They are there to worship. അതെല്ലാം നല്ല കാര്യമാണ്. All these are good things. കർത്താവിന്റെ വേലയിൽ നിങ്ങൾ വർദ്ധിച്ചു വരണമെന്നാ You ദൈവത്തിന്റെ must വചനം. grow in the ministry and of God. കർത്താവിനെ സേവിക്കാൻ ഇപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും പ്രധാന ചാനൽ എന്ന് പറയുന്നത് The main channel to worship God, കർത്താവിന്റെ സഭയിലൂടെയാണ്. and it is through the church of God. അപ്പൊ ആലയത്തിൽ അതിന് ഭാഗവാക്കുകളാകണം. And to be partakers of the things of the temple. കർത്താവിന്റെ വേലയിലുള്ള സജീവമായ പങ്കാളിത്തം. And to be actively involved in serving God. ആരാധനയിൽ സമയത്ത് വരിക. Come to church on time. സമയത്ത് രാവിലെ എഴുന്നേൽക്കുക. Get up on time. എന്നാലേ ആരാധനയ്ക്ക് സമയത്ത് വരാൻ Then only you can come to church on time. സമയത്ത് രാവിലെ എഴുന്നേൽക്കണമെങ്കിൽ സമയത്തിന് കിടക്കണം കേട്ടോ. If you're going to get up in the morning on time, you need to go to bed on രാത്രി time. മുഴുവൻ ഫോണിൽ കളിച്ചോണ്ടിരുന്നാൽ നിങ്ങൾ സമയത്ത് എഴുന്നേൽക്കത്തില്ല. If you are playing on your phone all night, then you are not going to be able to come to സമയത്ത് church. എഴുന്നേറ്റ് Get up on time. സമയത്തൊരുങ്ങി Get ready on time. ആരാധനയ്ക്ക് വരണം. You must come to worship. കൂട്ടായ്മ മീറ്റിങ്ങുകൾക്ക് വരണം. You come to other meetings. സഭയുടെ ആക്ടിവിറ്റീസിന് വരണം. To be involved in the activities of the church. അപ്പം നമ്മൾ നമ്മെ തന്നെ കൊടുത്തു, കർത്താവിന്റെ കരത്തിൽ കൊടുത്തെന്ന് നമ്മൾ പറയുകയാണ്. And we are saying, I'm surrendering myself to you, O Lord. കർത്താവേ, ഞാൻ നിന്നെ സ്വീകരിച്ചപ്പോൾ, When I accepted you, O Lord. ഞാൻ രക്ഷിക്കപ്പെട്ടപ്പോൾ, സ്നാനപ്പെട്ടപ്പോൾ, When I got saved and got baptized. എന്നെ നിന്റെ കയ്യിൽ സമർപ്പിച്ചിരിക്കുകയാണ്. I am surrendering myself to you, O Lord. നിങ്ങൾ മുഴുസമയ സുവിശേഷകരാകണമെന്നല്ല ഞാൻ I'm പറയുന്നത്. not asking you to be full-time ministers. നിങ്ങളിൽ അങ്ങനെ ആരെയെങ്കിലും ദൈവം വിളിക്കുന്നെങ്കിൽ പ്രൈസ് ദ ലോർഡ് ഫോർ ദാറ്റ്. If any of you are called for that, thank God for that. എന്നാൽ അതില്ലാതെ തന്നെ Even without that, നിങ്ങൾ ആയിരിക്കുന്ന സ്ഥാനത്ത് wherever God has placed you, കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാൻ കഴിയണം. you must be able to be useful for the Lord. ഹല്ലേലൂയ. Amen. ഞാൻ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചപ്പോൾ ഞാൻ അല്പം ഇടയ്ക്കിടയ്ക്ക് എന്നെ കുറിച്ച് പറയുന്നത് തെറ്റിദ്ധരിക്കരുത്. Don't misunderstand me as I share something about me. ഈ കുഞ്ഞുങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഞാൻ I want to relate to these young people. ഞാൻ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് ഞാൻ 9ാം ക്ലാസ്സിലേക്ക് പ്രവേശിച്ചപ്പോഴാണ്. When I was in 9th grade, when I accepted Jesus as my personal savior. അപ്പം ദൈവസന്നിധി വലിയ ആഗ്രഹങ്ങളുണ്ടായിരുന്നു കർത്താവിന്റെ മഹത്വത്തിന് വേണ്ടി ജീവിക്കണം. And I had a great desire to serve God. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. Please listen. ഞാൻ ഒരു ദിവസം ക്ലാസ്സിൽ ചെന്നപ്പോൾ ക്ലാസ് ടീച്ചർ വന്ന് അറ്റൻഡൻസ് എടുത്തിട്ട് എന്നെ വിളിച്ചു. And once I went to the class and teacher took attendance and called me. അപ്പോൾ ആ ഇടയ്ക്ക് ക്ലാസ്സിലെല്ലാം പരസ്യമായിരുന്നു ഞാൻ രക്ഷിക്കപ്പെട്ടു, ഞാൻ പെന്തക്കോസ്റ്റൽ എക്സ്പീരിയൻസ് പ്രാപിച്ചു. And it was a talk in my class that I accepted Jesus and accepted Pentecostal faith. അപ്പം എൻ്റെ ക്ലാസ് ടീച്ചർ എന്നെ മുന്നോട്ട് വിളിച്ചിട്ട് കുര്യാക്കോസ് കം ഫോർവേഡ് എന്ന് പറഞ്ഞു. My class teacher called me and said, Kuriakos, you come forward. എന്നിട്ട് പറഞ്ഞു ഒരു ബൈബിൾ എൻ്റെ കയ്യിൽ ഹാൻഡ് ഓവർ ചെയ്തു. And he gave me a Bible. എന്ന് പറഞ്ഞത് ഗിഡയൻസ് കൊണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതാ. This was the Bible, the small Bible the Gideons distribute in schools. ഇത് എനിക്കൊന്നും വേണ്ട. I don't want this. അദ്ദേഹം മദ്യപാനിയായ ഒരു ക്ലാസ് He was ടീച്ചർ. a drunkard teacher.
എന്നാൽ അദ്ദേഹത്തിന് ഇങ്ങനെ തോന്നി, ഉള്ളിലൊരു പ്രേരണം തോന്നി, ഇത് കുര്യാക്കോസിന് കൊടുത്തേക്കാം. But he had a desire that this will give it to Kyriakos, maybe it will be useful to him. എനിക്കാണെങ്കിൽ ഒരു മുഴു ബൈബിൾ ഇല്ല അതുവരെ. Up to that point I didn't have a whole Bible. ആകെപ്പാടെ ഒരു പുതിയ നിയമവും സങ്കീർത്തനവും ഉള്ള ബൈബിളാ ഉള്ളത്. I only had the Psalms and the New Testament. ഞാൻ ഇത് സന്തോഷത്തോടെ കരുതി. So I accepted this happily. അപ്പോൾ ഒരു കാര്യം, ഒരു കണ്ടീഷൻ പറഞ്ഞു. But he gave me a condition. ഈ ബൈബിൾ ഞാൻ തരാം, but I will give you this Bible. പറ്റിയ ഒറ്റ കണ്ടീഷൻ. But one condition. രാവിലെ വന്ന് you should come in the morning. ഈ ബൈബിളിൽ നിന്ന് നിന്റെ കൂട്ടുകാരോട് പ്രസംഗിക്കണം. And you should preach to your fellow students from this Bible in the morning first thing. Imagine ഒരു കൊച്ചു നിക്കറൊക്കെ ഇട്ട് ഇരിക്കുന്ന ഒരു കൊച്ചു പയ്യൻ. Imagine you can a small lad with a knicker and 9 years old. എൻ്റെ ശരീരവും ചെറുത്, എൻ്റെ മനസ്സും ചെറുത്. My heart is small, my body is feeble. പ്രസംഗിക്കാനും അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. I don't know how to preach, I don't know how to share. എന്നോട് പറഞ്ഞു, നീ രാവിലെ തോറും വന്ന് ക്ലാസ്സിൽ വന്ന് നിന്റെ കൂട്ടുകാരോട് പ്രസംഗിക്കണം. But you should come to class every morning and to preach to your friends. എൻ്റെ കൈ വിറയ്ക്കാൻ തുടങ്ങി. I started shaking. ഞാൻ പറഞ്ഞു, ഞാൻ ഇതെങ്ങനെയാ മേടിക്കുന്നത്? How can I do this? How can I do it? എന്തിലും ഈ ബൈബിൾ വിട്ടുകളയാൻ എനിക്ക് താല്പര്യമില്ല. I don't want to get rid of this Bible. ഞാൻ ആ ബൈബിൾ മേടിച്ചു. I took the Bible. ഞാൻ വീട്ടിൽ പോയി. I went home. ചായ കുടിച്ചു. ഞാൻ പാസ്റ്ററുടെ അടുത്തേക്ക് ഓടി. And I took some tea and went to my pastor. ഞാൻ പറഞ്ഞു, പാസ്റ്ററെ, ഞാൻ വലിയ ധർമ്മസങ്കടത്തിലാ. Pastor, I'm in really perplexed, I'm in trouble. എന്നെ സഹായിക്കണം. I need help. അദ്ദേഹം ചോദിച്ചു, രാജു എന്നാ പറ്റി? So what happened, Raju? അദ്ദേഹം പറഞ്ഞു, ഞാൻ പറഞ്ഞു, എൻ്റെ സാർ എനിക്കൊരു ബൈബിൾ തന്നു, പക്ഷേ ഞാൻ ദിവസം തോറും ക്ലാസ്സിൽ പോയി പ്രസംഗിക്കണം. My teacher gave me a Bible and said he asked me to preach every morning. പാസ്റ്റർക്ക് വലിയ സന്തോഷമായി. And pastor was really happy. പാസ്റ്റർ പറഞ്ഞു, ഇത് വലിയ അവസരം, ഉപയോഗിക്കണം. And he said, this is a great opportunity, you must use it. പാസ്റ്ററെ, എനിക്ക് പ്രസംഗിക്കാൻ അറിയത്തില്ല. Dear pastor, I don't know how to preach. ഞാൻ എൻ്റെ കൂട്ടുകാരുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എന്നെ മുട്ടടിക്കും. And my knees are shaking and I stand in front of my friends. പാസ്റ്റർ പറഞ്ഞു, വിഷമിക്കണ്ട. Pastor said, don't worry, ഞാൻ സഹായിക്കാം. I will help you. അന്നോട്ട് പാസ്റ്റർ എനിക്ക് വേണ്ടി പ്രസംഗം എഴുതാൻ തുടങ്ങി. Pastor started writing, preaching for me. അല്പം നല്ല ജനറൽ നോളജ് ഒക്കെയുള്ള ഗ്രാഹ്യമുള്ള ഒരു പാസ്റ്ററായിരുന്നു. Pastor was a well-knowledgeable person. അദ്ദേഹം വളരെ മനോഹരമായിട്ട് എനിക്ക് കൊച്ചു കൊച്ചു പ്രസംഗങ്ങൾ എഴുതി. So he wrote me small sermons. ദൈവം, സൃഷ്ടി, വീഴ്ച, പാപം, ഇങ്ങനെ എല്ലാം പറഞ്ഞ് അടുക്കോടെ എഴുതി തരും. And he talked to me, wrote about creation and God and all the salvation. ദിവസവും വീട്ടിൽ മടങ്ങി പോയി ഞാൻ പാസ്റ്ററുടെ അടുത്ത് ഓടി പോകും. So every day I run home, then go to the pastor. പാസ്റ്ററുടെ പക്കൽ എനിക്കുള്ള പ്രസംഗം റെഡിയാ. Pastor has the next sermon ready for me. അപ്പോൾ ആ പ്രസംഗമായിട്ട് ഞാൻ മുഴുവൻ കാണാതെ പഠിക്കും. And I will learn these sermons by heart. ക്ലാസ്സിൽ രാവിലെ ഞാൻ ചെന്നൊരു പാട്ടൊക്കെ പാടും. I go to class and sing a song. എന്റെ പാട്ടൊന്നല്ല നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? You all know I sing very എന്റെ കൂട്ടുകാരെല്ലാം ഒരുമിച്ച് കൂടും. All my friends will come. ഞാൻ പ്രസംഗിക്കാൻ തുടങ്ങും. I start preaching. ഈ കുറിപ്പൊന്നും ഞാൻ പുറത്തെടുക്കത്തില്ല. I will not take my notes. അവർക്ക് അത്ഭുതം തോന്നി, ഈ കുര്യാക്കോസിന് എങ്ങനെയായി മാറ്റം വന്നു? And they were really surprised, how can Kyriakos do this? ഇതെവിടെ നിന്നാ ഈ നോളജ്? Where did he get this knowledge? അത് എന്റെ പാവം പാസ്റ്റർ എന്നെ സഹായിച്ചതായിരുന്നു. It was because my pastor helped me. എന്നാൽ അവിടെ ആരംഭിച്ചതാ. That's where I started. 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ when I was in 9th grade. കൊച്ചു കൊച്ചു പ്രയർ ഗ്രൂപ്പുകൾ ഓർഗനൈസ് ചെയ്യാൻ തുടങ്ങി. And I started organizing small prayer groups. കോളേജിൽ ചെന്നപ്പോഴത്തേക്ക് കോളേജിൽ പ്രയർ ഗ്രൂപ്പുകൾ ഓർഗനൈസ്. When I went to college, I started prayer groups in college. കർത്താവ് തരുന്ന അവസരത്തെ ഒക്കെ ഉപയോഗിച്ചു. I used all the opportunity God gave me. അപ്പം ദൈവം തരുന്ന അവസരത്തെ കുഞ്ഞുങ്ങളെ ഉപയോഗിച്ചോണം. So every opportunity God gives you, use it. എവിടെ ഒരു ചാൻസ് കിട്ടിയാലും, regardless of where you get a chance, കർത്താവിന്റെ നാമത്തെ ഉയർത്താൻ ഉപയോഗിച്ചോണം. and do to lift the name of Jesus. അവനെ ശുശ്രൂഷിക്കാൻ ഉപയോഗിച്ചോണം. Use that to serve him. ഞാൻ എൻ്റെ വാക്കുകളെ പെട്ടെന്ന് അവസാനിപ്പിക്കാം. Let me conclude my words. ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച മുഴുവൻ ഒരുപാട് പ്രസംഗിച്ചതാ. I preached a lot this last week. ഇനിയും ദീർഘിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. I don't want to take more time. അപ്പോൾ ഈ സർവീസിൽ നമ്മൾ പെരുകി വരണം. But in our serving God, we must increase. Increase in humility and gentleness. നമ്മുടെ ഹ്യൂമിലിറ്റിയിലും നമ്മുടെ സൗമ്യതയിലും നമ്മൾ ഇൻക്രീസ് ചെയ്യണം. താഴ്മയിലും വിനയത്തിലും നമുക്ക് വർദ്ധിക്കണം. In humility and in വിനയത്തിലും. In humility. Sorry. Yeah, gentleness. സൗമ്യതയിലും വിനയത്തിലും നമുക്ക് വർദ്ധിക്കണം. In humility and gentleness. കാണാൻ കിട്ടാത്ത കാര്യമാണ്. These things are very rare. മറ്റു പലതുമുണ്ട്. Many things are there. പക്ഷേ സൗമ്യതയും താഴ്മയും കാണാൻ പോലും. But the humility and gentleness is very rare. എത്ര പേര് സൗമ്യതയോടെ നടക്കും? How many of you walk in humility? എത്ര പേര് സൗമ്യതയോടെ സംസാരിക്കും? How many of you walk in with gentleness? I mean, talk to others in gentleness. നിങ്ങളെ ചലഞ്ച് ചെയ്യട്ടെ. I'm going to challenge you, dear children. സൗമ്യതയോടെ, gentle,
താഴ്മയോടെ with humility, യേശുവിനെ ധരിച്ചുകൊണ്ട് നടക്കുക. and to wear Christ. യേശു എത്ര താഴ്മയുള്ളവനായിരുന്നെന്ന് അറിയാമോ? Do you know how humble Jesus was? അങ്ങനെ താഴ്മയുള്ളവനായി ജീവിപ്പാൻ ഇടയാകട്ടെ. Let God help us to be humble and live in humility. എന്താ കാര്യം? എന്താ കാര്യം? Why? ദൈവത്തിന്റെ വചനം പറയുന്നത് താഴ്മയുള്ളവർക്ക് അവൻ കൃപ നൽകുന്നു. So the word of God says he gives a grace to the humble. നിഗളികളോട് അവൻ എതിർത്ത് നിൽക്കുന്നു. To the pride he stands against. ഹല്ലേലൂയ. Hallelujah. നിങ്ങൾ വളരണമെങ്കിൽ If you want to grow, താഴ്മയും വിനയവും സൗമ്യതയും ആവശ്യമാണ്. humility and gentleness is needed. ദൈവമായ കർത്താവ് അതിന് നിങ്ങളെ സഹായിക്കട്ടെ. May God help you with that. മുഴു സഭയെ സഹായിക്കട്ടെ. Let the whole church, നാം എല്ലാവരെയും സഹായിക്കട്ടെ. let the Lord help all of us. നമ്മുടെ കൃപയിൽ നമ്മൾ വളരണമെങ്കിൽ, If you want to grow in grace, ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ ഇപ്പോൾ കേട്ട് കഴിഞ്ഞു. we have heard what are the things we നമ്മുടെ need to do. സ്നേഹത്തിൽ വർദ്ധിക്കുവാൻ If നമുക്കിടയായി. you must increase in your love, വിശ്വാസത്തിൽ വളരുവാൻ you must നമുക്കിടയായി. grow in your faith. നമ്മുടെ ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനത്തിൽ പരിജ്ഞാനത്തിൽ വളരുവാനിടയായി. To grow in the knowledge of Christ Jesus. നമ്മുടെ ശുശ്രൂഷകളിൽ നമുക്ക് വളരണം. But we must also grow in ministry. താഴ്മയിലും വിനയത്തിലും വളരുവാനിടയായി. We must grow in grace and humility. ഇതെങ്ങനെയാ സാധിക്കുന്നത്? How is it possible? ദൈവത്തിന്റെ വചനം കൊണ്ട്. Only by the word of God. ഇതെങ്ങനെയാ സാധിക്കുന്നത്? How is this possible? നമ്മുടെ പ്രാർത്ഥനാ ജീവിതം കൊണ്ട്. Only through prayer life. എല്ലാറ്റിനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയും. We should be able to pray for every situation. എങ്ങനെയാ നമുക്ക് സാധിക്കുന്നത്? How is that possible? വിശുദ്ധന്മാർ ഒരുമിച്ചുള്ള കൂട്ടായ്മ ഉണ്ട്. And to fellowship with other saints of God. ആരും പറയരുത് ഞാൻ വീട്ടിൽ ഇരുന്ന് വളർന്നോളാം. Nobody should say that I'm going to worship from home. നമുക്കെല്ലാം കൂട്ടായ്മ വേണം. We all need fellowship. എനിക്ക് കൂട്ടായ്മ വേണം. I need fellowship. അത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ദൈവത്തിന്റെ വചനത്തിൽ നിന്ന്. We all know that from the word of God very നാം clearly. അന്യോന്യം ഫെലോഷിപ്പ് ചെയ്യുമ്പോൾ As we fellowship with others, നാം വളരാൻ തുടങ്ങും. we started growing. ഒന്ന് ഇമാജിൻ ചെയ്തേ. Can you imagine that? ദൈവസഭയെ ഒന്ന് ഇമാജിൻ ചെയ്തേ. Think about the church ഈ of 8 God. കുഞ്ഞുങ്ങൾ വളർന്ന് കർത്താവിന് വേണ്ടി നിൽക്കുന്നത്. These 8 children growing up to stand firm for the അവരുടെ Lord. സ്കൂളുകളിൽ അംബാസഡേഴ്സ് ഓഫ് ക്രൈസ്റ്റ് ആയിട്ട് നിൽക്കുന്നത്. They are ambassadors of Christ in their schools. അവരുടെ കോളേജുകളിൽ അവരുടെ ജോലി സ്ഥാനങ്ങളിൽ ഫ്യൂച്ചറിൽ നിൽക്കുന്നത്. And you stand in their workplaces and their colleges for the Lord. കർത്താവിന്റെ വരവ് താമസിച്ചാൽ ആത്മാക്കളെ നേടുന്നത്. If the Lord's time coming is tarrying, to they're winning the souls for Christ. കുഞ്ഞുങ്ങളെ അത് കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങും. And we should see that, you should visualize that and ആ ഒരു pray. ചലഞ്ച് കർത്താവ് നിങ്ങൾക്ക് നൽകട്ടെ. Let that Lord give you that challenge. അതിനുവേണ്ടി അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ നമ്മെ സഹായിക്കട്ടെ. So let the church pray for them for that. ഇന്ന് രാത്രി നമുക്ക് നമ്മെ തന്നെ കമ്മിറ്റ് ചെയ്യാം. This morning let us commit ourselves. നമുക്ക് പ്രാർത്ഥിക്കാം ഒരുമിച്ച്. Let us pray together. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ തലകളെ വണക്കാം. Let us close our eyes and bow our heads. കർത്താവിലേക്ക് നമുക്ക് നോക്കാം. Let us look to the Lord. ഈ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചും സഭയായി നമ്മെ ഏൽപ്പിച്ചും പ്രാർത്ഥിക്കാം. And let us bless these children and also pray for the ദൈവ church. കൃപയിൽ വളരുവാൻ നമുക്കിടയാകട്ടെ. Let us grow in the grace of God. നമുക്ക് പ്രാർത്ഥിക്കാം. Our Heavenly Father, thank you for speaking to us about the steps that we need to do in growing in you, Father, growing in the grace of you, Father. I pray for these young people that they have publicly confessed their faith in acknowledging you as their Lord and Savior and took water baptism. Father, I pray for them. Father, enemy is out there to destroy them, bring challenges to them. Father, I pray that they will be able to overcome that through the love and the grace that is poured upon their lives, Father. I pray that you continue to work in their hearts, Father. I pray that they will be ambassadors of you in their schools, in their colleges, in their workplaces, wherever you send them, Lord, in the marketplaces, in their homes, Father, that they will represent you boldly and proudly, Father. I pray as a church, we commit them into your hands, oh God. As we have received the word, let that word continue to bear fruit in their lives, oh God. Hallelujah. We thank you and we praise you. In Jesus' name we pray. Amen. Amen. Thank you so much.